ED വീണ ടിയെ ചോദ്യം ചെയ്യാൻ വിളിപ്പിച്ചിരുന്നു. ദൃശ്യങ്ങൾ ആദ്യം പ്രേക്ഷകർ കണ്ടു. ഇപ്പോൾ ലഭിക്കുന്നൊരു വിവരം, വീണ ടി ആവശ്യപ്പെട്ടതനുസരിച്ചാണ് തിങ്കളാഴ്ചത്തേക്കുള്ള നോട്ടീസ് കിട്ടിയിട്ടും നേരത്തെ തിങ്കളാഴ്ച അസൗകര്യമാണ്, അതുകൊണ്ട് നേരത്തെ വന്നാൽ കാണാൻ കഴിയുമോ എന്ന് വീണ ചോദിച്ചിരുന്നു എന്നുള്ള വിവരമാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഫസ്റ്റ് ഓൺ റിപ്പോർട്ട്. CMRL എക്സാലോജിക്ക് സാമ്പത്തിക ഇടപാട് കേസിൽ വീണ ടി വീണ്ടും EDക്ക് മുന്നിൽ. വാർത്ത ആദ്യം പുറത്തുവിട്ടത് റിപ്പോർട്ട്. കൊച്ചി ഓഫീസിൽ രണ്ടാം ഘട്ട ചോദ്യം ചെയ്യലിന് ഹാജരായി. തിങ്കളാഴ്ച അസൗകര്യമുണ്ടെന്ന് വീണ അറിയിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശിച്ചത്. SFIO കുറ്റപത്രത്തിലെ രേഖകൾ മുൻനിർത്തിയായിരിക്കും നിർണായക ചോദ്യം ചെയ്യൽ. CMRL ഉദ്യോഗസ്ഥരെയും വിളിച്ചു വരുത്തുമെന്നുള്ള വിവരം വരുന്നുണ്ട്. ശരണും സജു ദേവസ്യയും തത്സമയം ചേരുന്നു. ആദ്യം ശരണിലേക്ക്. ശരൺ, ഇത് യഥാർത്ഥത്തിൽ ED വെള്ളിയാഴ്ചത്തേക്ക് ഹാജരാകാനുള്ള നോട്ടീസാണ് കൊടുത്തതെങ്കിലും ക്ഷമിക്കണം, തിങ്കളാഴ്ച തനിക്ക് അസൗകര്യമുണ്ടെന്ന് സൂചിപ്പിച്ചാണോ വീണ സ്വന്തം താല്പര്യപ്രകാരമാണോ ഇന്ന് എത്തിയിരിക്കുന്നത് EDക്ക് മുന്നിൽ? അരുൺകുമാർ, അങ്ങനെ തന്നെയാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. തിങ്കളാഴ്ചത്തേക്ക് ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് വീണ്ടും സമൻസ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇഷ്യൂ ചെയ്തിരുന്നത്. വീണ അത് കൈപ്പറ്റിയതിന് പിന്നാലെ വീണ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ അറിയിച്ചിരിക്കുന്നത് തനിക്ക് തിങ്കളാഴ്ച ഹാജരാകുന്നതിൽ അസൗകര്യമുണ്ട്, അതുകൊണ്ട് തന്നെ നേരത്തെ ഹാജരാകാൻ കഴിയുമോ എന്നുള്ളത് അവർ ചോദിക്കുകയും ചെയ്തിരുന്നു. അത് പിന്നീട് പരിശോധിച്ചുകൊണ്ടാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്ന് ഹാജരാകാൻ നിർദ്ദേശം നൽകിയത്. അതിന്റെ അടിസ്ഥാനത്തിൽ കൂടിയാണ് 9:30 കൂടി എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ കൊച്ചി ഓഫീസിൽ വീണ എത്തിയിരിക്കുന്നത്. നമുക്കറിയാം, ഉദ്യോഗസ്ഥർ എത്തുന്നതിന് മുമ്പ് തന്നെ വീണ എത്തിയിരിക്കുകയാണ്. സാധാരണഗതിയിൽ ഉദ്യോഗസ്ഥർ 10 മണിയോട് കൂടിയാണ് എത്താറുള്ളത്. ഇപ്പോൾ ഉദ്യോഗസ്ഥർ കൂടി ഓഫീസിലേക്ക് എത്തിയിട്ടുണ്ട്. അല്പസമയത്തിനകം തന്നെ ചോദ്യം ചെയ്യൽ ആരംഭിക്കുമെന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിരിക്കുന്നത്. ഇത് രണ്ടാം തവണയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് വീണയെ ചോദ്യം ചെയ്യുന്നതെന്നുള്ളതാണ്. നമുക്കറിയാം, നേരത്തെ 8.5 മണിക്കൂറോളം ED ഡെപ്യൂട്ടി ഡയറക്ടറുടെ നേതൃത്വത്തിൽ ചോദ്യം ചെയ്തിരുന്നതാണ്. അതിൽ നിന്നും ശേഖരിച്ച മൊഴികളുണ്ട്, അതിൽ പൊരുത്തക്കേടുകളുണ്ടെന്നുള്ളതാണ് ED വിലയിരുത്തുകയും അതിന്റെ അടിസ്ഥാനത്തിലാണ് വീണ്ടും സമൻസ് നൽകുകയും ചെയ്തത്. അന്ന് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് മുൻപാകെ വീണ നൽകിയ മൊഴിയെന്ന് പറയുന്നത് താൻ സേവനം നൽകിക്കൊണ്ടാണ് 2.78 കോടി രൂപ കൈപ്പറ്റിയെന്നുള്ളതാണ്. എന്നാൽ ഈ നേരിട്ടുള്ള ചർച്ചകളാണ് നടന്നിരിക്കുന്നത്. പല ഘട്ടങ്ങളിലായിട്ട് CMRL ഉദ്യോഗസ്ഥർക്ക് ആവശ്യമുള്ള സേവനമൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. അതായത് ശശിധരൻ കർത്തയുടെ വീട്ടിലേക്ക് താൻ എത്തിയപ്പോൾ അവിടെ CMRL ഉദ്യോഗസ്ഥരുണ്ടായിരുന്നു, അവർക്ക് നേരിട്ട് ഉപദേശങ്ങൾ നൽകിയിട്ടുണ്ട്, അങ്ങനെയുള്ള ആ സേവനങ്ങളൊക്കെ നൽകിയിട്ടുണ്ട്. എന്നാൽ ഇതിന് രേഖകൾ താൻ സൂക്ഷിച്ചിട്ടില്ല, പ്രത്യേകിച്ച് ഒരു മീറ്റിംഗ് ആയിട്ട് നടന്നിട്ടില്ല, അതുകൊണ്ട് തന്നെ രേഖകൾ സൂക്ഷിച്ചിട്ടില്ല. ഇതിനൊപ്പം തന്നെ ഒരു സോഫ്റ്റ്വെയർ രൂപീകരിച്ച് നൽകണമെന്നുള്ള, സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത് നൽകണമെന്നുള്ള ആവശ്യം CMRL മുന്നോട്ട് വെച്ചിരുന്നു. അത് അനുസരിച്ച് ആ സോഫ്റ്റ്വെയർ രൂപീകരിക്കാനുള്ള നടപടികളിലേക്ക് താൻ കടന്നിരുന്നതാണ്. എന്നാൽ അതിന്റെ രേഖകളൊക്കെ തന്നെ ഉണ്ടായിരുന്നത് ഈ എക്സാലോജിക്കിന്റെ പൂട്ടിപ്പോയ ഓഫീസിലെ സിസ്റ്റത്തിലാണെന്നുള്ളതാണ്. അത് വീണ്ടെടുക്കാൻ കഴിയാത്ത ഒരു സാഹചര്യമാണെന്നുള്ളതുമാണ് വീണ ED അറിയിക്കുകയും ചെയ്തിരുന്നത്. എന്തായാലും ED ഇത് വിശ്വാസത്തിലെടുത്തിട്ടില്ല. EDക്ക് മുന്നിൽ ഇതിനകം തന്നെ പല ഏജൻസികൾ നടത്തിയ കണ്ടെത്തലുകളുണ്ട്. SFIO അടക്കം, ആദായനികുതി വകുപ്പിന്റെ ഇന്റർണൽ സെറ്റിൽമെന്റ് ബോർഡ് കണ്ടെത്തലടക്കം, ROC റിപ്പോർട്ട് അടക്കമുള്ള കാര്യങ്ങളുണ്ട്. അതിലെല്ലാം തന്നെ പറയുന്നത് 2.78 കോടി രൂപ വീണയും എക്സാലോജിക്കും കൈപ്പറ്റിയ സേവനമൊന്നും തന്നെ നൽകാതെ എന്നുള്ളതാണ്. അപ്പോൾ അത് അടിസ്ഥാനമാക്കി, അതായത് കഴിഞ്ഞ തവണ മൊഴികൾ ശേഖരിച്ചു, ഇതിന് പുറമെ തന്നെ ആ മൊഴി എന്തൊക്കെയാണെന്നുള്ളത്, മൊഴി സത്യമാണോ എന്നറിയാനുള്ള പരിശോധനയും ചില ഇതുവരെ ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ ED നടത്തുകയും ചെയ്തിരുന്നു. അത് വെച്ചുകൊണ്ട് കൂടിയാണ് ഇപ്പോൾ ചോദ്യം ചെയ്യലിലേക്ക് പോകുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്നലെ 134 നിർണായക രേഖകൾ EDക്ക് ലഭിച്ചിട്ടുണ്ടെന്നുള്ളതാണ്. അത് അടിസ്ഥാനമാക്കിയുള്ള ചോദ്യം ചെയ്യലാണ് ഇനി നടക്കുക. 134 രേഖകൾ SFIOയുടെ പക്കൽ നിന്നും ED ഔദ്യോഗികമായി തന്നെ ശേഖരിച്ചിട്ടുണ്ട്. ഈ രേഖകൾ വെച്ചുകൊണ്ടായിരിക്കും ഇന്ന് വീണ ടിയെ ചോദ്യം ചെയ്യുക. സജു ദേവസ്യ കൂടി മുഖമുണ്ട്. സജു ദേവസ്യ, ആദ്യം EDയും വീണ ടിയെ ചോദ്യം ചെയ്യുന്ന സമയത്ത് SFIOയിലെ നിർണായകമായ രേഖകൾ EDയുടെ പക്കൽ ഉണ്ടായിരുന്നില്ല. അന്ന് വീണ പറഞ്ഞത് അത് പൂർണ്ണമായും വിശ്വസിക്കാതെയാണ് ED ചോദ്യം ചെയ്യൽ അവസാനിപ്പിച്ചതും. പക്ഷേ SFIOയുടെ രേഖകൾ കൂടി വരുമ്പോൾ വീണയ്ക്ക് കുറച്ചുകൂടി ബുദ്ധിമുട്ടായി മാറുകയല്ലേ?